ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി, ഇന്ന് ഞങ്ങളൊരു ബീച്ച് വരെ പോവാണ് കേട്ടോ. ഇന്ന് ചേട്ടന് ഓഫാണ്, ഇന്നൊരു സാറ്റർഡേ ആയിരുന്നു, അതുകൊണ്ട് ഓഫായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോവാണ്. വെള്ളാഞ്ചിറയിൽ നിന്ന് അമ്മയും ഇവാനും ഉണ്ട് കേട്ടോ. ചാലക്കുടിയിലെത്തി. ചാലക്കുടിയിൽ ചേട്ടന് ട്രഷറി വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ നമ്മൾ വീട്ടിലോട്ടാണ് കേട്ടോ പോയത്. പതിവ് പോലെ തന്നെ ഇവാനുവിന് ഇന്ന് അംഗനവാടി ഉണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ ഇവാനുവിനെ കൊണ്ടുവരാമെന്നായിരുന്നു അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കാനായിട്ട് ചായ കുടിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും പപ്പ പോയിട്ട് ഇവാനുവിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഒരുങ്ങി പിടിച്ച് വന്നപ്പോഴേക്കും ഒരു 3:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവാനുവിന് എല്ലാ സ്ഥലത്തേക്കും പോകാൻ വേണ്ടി ഇഷ്ടമാണ്. പക്ഷെ പോയി കഴിഞ്ഞാൽ വണ്ടി കയറി കഴിഞ്ഞാൽ അവന് ഭയങ്കരമായിട്ട് വൊമിറ്റിംഗ് ടെൻഡൻസി ഉള്ള ആളാണ് കേട്ടോ അവൻ. അതുകൊണ്ട് തന്നെ എവിടെ പോകുമ്പോഴായാലും അമ്മ അവന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും പിടിക്കാറുണ്ട് കേട്ടോ. അവന് എക്സ്ട്രാ ഡ്രസ്സും ഛർദ്ദിക്കാനുള്ള കവറുകൾ, ബക്കറ്റുകൾ, തോർത്തുമുണ്ടുകൾ എല്ലാം എടുത്തിട്ടാണ് കേട്ടോ അമ്മ പോവാറ്. അവന് കൂടുതൽ അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റില്ല. പപ്പയുടെ ഓട്ടോയാണെങ്കിൽ അവൻ എത്ര ദൂരം വേണമെങ്കിലും പോകാനൊരു കുഴപ്പമില്ല കേട്ടോ. വൊമിറ്റിംഗ് ഒന്നും അവൻ ഉണ്ടാവാറില്ല. ഇന്ന് നമ്മൾ പോണത് അഴീക്കോട് മുസരീസ് ബീച്ചിലേക്കാണ് കേട്ടോ. നമ്മൾ ഇതിന് മുന്നേ പപ്പയുടെ കൂടെ ഒരു തവണ ഇവിടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ രാവിലെയാണ് പോയത്. അപ്പോൾ അവിടുത്തെ പാർക്കും കാര്യങ്ങളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല പിള്ളേർക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എപ്പോഴെങ്കിലും വൈകിട്ട് നേരങ്ങളിൽ എപ്പോഴെങ്കിലും പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഓഫ് ആയതുകൊണ്ട് അമ്മ പറഞ്ഞു ഇന്ന് പോവാൻ, നിങ്ങൾ വായോ എന്ന് പറഞ്ഞു. ബീച്ച് എത്താറായപ്പോഴേക്കും അവനിതേ വോമിറ്റിംഗ് ടെൻഡൻസി വന്നുകൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ പുറത്തിറക്കി നിർത്തിയേക്കാണ് കേട്ടോ. മുഖമൊക്കെ കഴുകിച്ചു ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം യാത്ര തുടരാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീട്ടിൽ നിന്ന് 1 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ ഈ മുസ്രീസ് ബീച്ചിൻ്റെ അവിടേക്ക്. ഇവാനുവിന് AC കാറിൽ കയറുമ്പോഴാട്ടോ കൂടുതലും ഇതേപോലെ വോമിറ്റിംഗ് ടെൻഡൻസി കൂടുതൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ കാർ എടുത്തത്. ഈ കാറിൽ നമ്മൾ AC ഓഫ് ചെയ്ത് വിൻഡോ ഒക്കെ തുറന്നിട്ടിട്ടാണ് കേട്ടോ പോവാറ്. ചെന്നപ്പം തന്നെ പാർക്കിങ്ങിൻ്റെ അവിടെയായിട്ട് ഇങ്ങനെ ഉപ്പിലിട്ടത് വിൽക്കുന്ന കടയുണ്ടായിട്ടോ. നമ്മൾ ഉപ്പിലിട്ടതൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ ബീച്ചിൻ്റെ അവിടേക്ക് പോണേ. ഇവിടെ ഉപ്പിലിട്ടതിൻ്റെ അധികം ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ മാത്രമാണ് വാങ്ങിയത്. കയറി ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് കേട്ടോ ഈ പാർക്ക് വരുന്നത്. പാർക്കിലോട്ട് എൻട്രൻസ് ഫീ ആയിട്ട് 10 രൂപയാണ് ഒരു കുട്ടിക്ക് വരുന്നത്. പിള്ളേർക്ക് മാത്രം പേ ചെയ്താൽ മതി. വെക്കേഷനിലൊക്കെ പിള്ളേരെ കൊണ്ട് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമാണ്. പാർക്കും ഉണ്ട്, ഒപ്പം തന്നെ ബീച്ചും ഉണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ കയറാൻ പറ്റാത്തതുകൊണ്ട് ഇവാനും മാസും നല്ലോണം വാശി പിടിച്ചിട്ടാണ് പോയത്. അപ്പോൾ എന്തായാലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു തവണയും കൂടി പിള്ളേരെ ഇതിൽ കൊണ്ട് കയറ്റണം എന്നുള്ളത്. ഇവാനുവിന് എല്ലാത്തിലും കയറണം, പക്ഷെ എല്ലാത്തിലും കയറാൻ അവന് പേടിയാണ് കേട്ടോ. അപ്പൊ അവന്റെ പേടിയും കൂടെ മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവരെ പാർക്കിലൊക്കെ കൊണ്ടുപോകുന്നത്. എപ്പോഴും വീട്ടിൽ തന്നെ ഇരുന്ന് പിള്ളേർ ബോറടിക്കുകയാണ്. അപ്പോൾ വീക്കിലിയോ അല്ലെങ്കിൽ മന്തിലിയോ പിള്ളേർ ഇതേപോലെ പാർക്കുകളൊക്കെ വീടിനടുത്തുള്ളവരാണെങ്കിൽ കൊണ്ടുപോകണത് നല്ലത് തന്നെയാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ചാലക്കുടിയിൽ ഞങ്ങളുടെ അവിടെ മണി പാർക്ക് ഉണ്ട്. അപ്പോൾ അവിടെയും ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പിള്ളേർ ഇപ്പോൾ അവിടെ കൊണ്ടുപോകാറുണ്ട്. പിള്ളേർക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആവും. നമുക്ക് വലിയ കാശ് ചിലവില്ലാത്ത പരിപാടിയാണ്. അപ്പോൾ പിള്ളേരെ കൊണ്ടുപോകുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഇവിടേക്ക് തന്നെയായാലും ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് 1 മണിക്കൂറേ യാത്രയുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ അവരിങ്ങോട്ട് കൊണ്ടത്. പിന്നെ ഇവിടെ ബീച്ചും കൂടി ഉള്ളതുകൊണ്ട് അതും കൂടി കാണാമെന്ന് മാത്രം. പാർക്കിൽ വൈകിട്ട് 7 മണി വരെയാണ് കേട്ടോ സമയമുള്ളൂ. മൊത്തത്തിൽ ബീച്ചൊക്കെ ക്ലോസ് ചെയ്യണത് 11 മണിക്കാണ് കേട്ടോ. ഇവിടെ നിന്ന് എൻട്രൻസിൻ്റെ അവിടെ നിന്ന് 11 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് പോകണം. നല്ല പീസ്ഫുള്ളായിട്ട് വൈകുന്നേരങ്ങൾ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്ഷനാണ്. പാർക്കിലൊക്കെ കുറച്ച് നേരം ഇരുന്ന് ബീച്ച് സൈഡിലേക്കൊക്കെ പോയി നല്ല രസമാണ് കേട്ടോ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കാനായിട്ട്. പാർക്കിലത്തെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് പോവാണ് കേട്ടോ. ബീച്ചിലോട്ട് പോകുന്ന വഴി കുറച്ചിങ്ങനെ കടകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ. പിന്നെ ബീച്ചിൽ പട്ടം വിൽക്കാനൊക്കെ ചേച്ചിമാരുണ്ട്. അപ്പം ഞങ്ങളിതേ 2 പട്ടമൊക്കെ വാങ്ങി കളിക്കാൻ പോവാണ്. പിള്ളേരൊക്കെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആവും കേട്ടോ. ഇപ്പോൾ വൈകിട്ട് 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ശക്തിയുള്ള കാറ്റാണ്. പട്ടമൊക്കെ പറത്താനായിട്ട് അടിപൊളി സമയമാണ് കേട്ടോ. ഒരു പട്ടത്തിന് 50 രൂപ വെച്ചാണ് കേട്ടോ ഈ ചേച്ചി കൊടുക്കുന്നത്. എക്സ്ട്രാ നൂല് വേണമെങ്കിൽ അതും ഇവിടെ കിട്ടും കേട്ടോ. ഓൾറെഡി ഈ ചേച്ചി തരുന്ന പട്ടത്തിൻ്റെ നൂല് തന്നെ അത്യാവശ്യം നീളുണ്ടായിരുന്നു. നമ്മളതുകൊണ്ട് എക്സ്ട്രാ നൂലൊന്നും വാങ്ങിയില്ല. പിള്ളേർക്ക് ആയതുകൊണ്ട് കൈമ കെട്ടിയിട്ട് ഒരു പട്ടം കൊടുത്തു. അല്ലെങ്കിൽ അവരത് പറത്തി വിടുള്ളൂ കേട്ടോ. പട്ടം കൂടി കിട്ടിയപ്പോൾ ഇവാനു എക്സ്ട്രാ ഹാപ്പി ആയിട്ടുണ്ട്. അതുകൊണ്ട് ഓടിക്കോ, ഞാൻ വീഡിയോ പിന്നാലെ എടുത്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവാനുവിൻ്റെ ഓട്ടമാണ് കേട്ടോ അത്. പിന്നെ വൈകിട്ടായതുകൊണ്ട് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുസ്ലിം ഫാമിലികളൊക്കെ അവിടെ കണ്ടു കേട്ടോ. ബീച്ചിലൊക്കെ ഇരുന്ന് നോമ്പ് തുറക്കാൻ അടിപൊളിയാണല്ലേ. അവർ ഫുൾ സെറ്റായിട്ടാണ് കേട്ടോ വന്നത്. എല്ലാ ഫുഡും ഉണ്ടാക്കി പാക്ക് ചെയ്ത് അവർക്ക് ഇരിക്കാനുള്ള പായൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ വിരിച്ചിട്ട് അടിപൊളിയായിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്.
കൊട്ടൊക്കെ പറത്തി നമ്മളൊരു 6:30 കൂടിയിട്ട് ബീച്ച് സൈഡിൽ നിന്ന് പോന്നു കേട്ടോ. നേരെ നമ്മൾ പോയത് ഫ്രൂട്ട് ബേയിലോട്ടാണ്. നമ്മൾ പോകുന്ന വഴി ഫ്രൂട്ട് ബേ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ എന്തായാലും അവിടെ കയറാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കയറിയപ്പോൾ തന്നെ പിള്ളേർ ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവിടുത്തെ വീഡിയോസ് ഒന്നും എടുത്തില്ല. പോരുന്ന വഴിക്ക് നമ്മൾ രാത്രിത്തേക്കുള്ള ഫുഡ് വാങ്ങിയിട്ട് വന്നു. പൊറോട്ടയും കറിയായിട്ട് പനീർ ബട്ടർ മസാലയും മഷ്റൂം ബട്ടർ മസാലയും ആണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായത്. 2 കറികളും അടിപൊളിയായിരുന്നു കേട്ടോ. പൊറോട്ടയുടെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ രാത്രി അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വരാം. ഓക്കെ ബൈ.